Hey all, welcome back. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ലോഡഡ് ഫ്രൈസ്. അപ്പം തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ലോഡഡ് ഫ്രൈസിൻ്റെ പ്രിപ്പറേഷൻസ് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഹോം മെയ്ഡായിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് കുറച്ച് നേരം തണുത്ത വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മളത് ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുക. എന്നിട്ടത് സ്ട്രെയിൻ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ബോൺലെസ് ചിക്കന് ക്യൂബ് കുഞ്ഞു കുഞ്ഞു ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിനകത്ത് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കോൺഫ്ലവറും കുറച്ച് മൈദയും പിന്നെ നമുക്ക് കളറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അത്രയും നല്ലത്, അതും ഇട്ട് ഉപ്പും ഇട്ട് കുറച്ച് സോയ സോസ്, അതായത് ഉപ്പ് ഇടുന്നതിന് മുന്നേ സോയ സോസ് ഒഴിക്കുക, എന്നിട്ട് ഉപ്പ് നോക്കുക കേട്ടോ, അതനുസരിച്ച് വേണം ഉപ്പിടാൻ. അതും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഈ ചിക്കനെ ഒന്ന് നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കണം. അപ്പോൾ സോയ സോസൊക്കെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് ഇത് കുഴയ്ക്കുമ്പോൾ ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, ഒന്ന് നനച്ചെടുക്കുക കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുക. ഇത് ഞാനൊരു ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈം ആണെങ്കിലും ഫ്ലോപ്പായിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാനിത് ചിക്കനൊക്കെ മിക്സ് ചെയ്ത് അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കയ്യിൽ കുറച്ച് വെള്ളം, 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ്റെ കോട്ടിങ്ങൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി അടുത്തത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കാൻ പോകണം. അപ്പോൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പൊട്ടാറ്റോ, അതിനകത്തോട്ട് കുറച്ച് മൈദ, ഞാൻ കോൺഫ്ലവറാണ് കൂടുതൽ ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ കോൺഫ്ലവർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, മൈദ ആയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് മൈദ നല്ലപോലെ തൂവി കൊടുക്കുക. പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറിന് കുറച്ച് നമ്മുടെ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അത് സാധാരണ അങ്ങനെ വെള്ളം മിക്സ് ചെയ്യാറില്ല, പക്ഷെ ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെങ്ങനെയാണോ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത് അതുപോലെ ഇവിടെ ഇച്ചിരി മസാലയൊക്കെ പിടിച്ചൊന്ന് ക്രിസ്പി ആയിട്ടിരിക്കണം. അപ്പോൾ ഞാൻ എയർ ഫ്രൈറിലാണ് റെഡിയാക്കി എടുത്തത് കേട്ടോ. 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ്സ് ഒരു 2-3 ബാച്ചായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാവുന്ന സമയത്ത് നമുക്ക് മാറ്റി വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം കുറച്ച് എണ്ണയ്ക്കകത്ത് ബട്ടറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണേ റെഡിയാക്കിയത്. വെളിച്ചെണ്ണയിൽ റെഡിയാക്കേണ്ട, അത് ടേസ്റ്റ് വ്യത്യാസമാവും. ആ സമയം കൊണ്ട് നമുക്ക് സോസും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, പിന്നെ നമ്മുടെ മയോണൈസ്, നോർമൽ മയോണൈസാണ്, ഞാൻ എഗ്ലെസ് ആണ് എടുത്തത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. എഗ്ലെസ് മയോണൈസ് 2 ടേബിൾ സ്പൂൺ എടുത്തു. പിന്നെ ഇതിനകത്ത് ഞാൻ തന്തൂരി മയോണൈസ് ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ആയിട്ടൊന്നും ഞാൻ ചേർക്കുന്നത്, കാരണം പിള്ളേർ കഴിക്കുന്നത് കൊണ്ട് അവർക്ക് കടിക്കാൻ കിട്ടിയാൽ പിന്നെ അവരതും കളയും. അപ്പോൾ അതുകൊണ്ട് തന്തൂരിയുടെ മയോണൈസാണ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം എരിവുള്ളതാണ്, അതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഒരു ടേബിൾ സ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതാണ് നമ്മുടെ ടോപ്പിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇത് പിന്നെ ഞാനൊരു പൈപ്പിംഗ് ബാഗിനകത്തോട്ടാണ് കേട്ടോ ആക്കുന്നത്. നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് എൻ്റെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ പൈപ്പിംഗ് ബാഗിനകത്താണ് ആക്കിയത്. അല്ലെങ്കിൽ ആ ഒരു ഡിസൈനൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് നോർമൽ കവറില്ലേ, അതിനകത്ത് ഒഴിച്ചിട്ട് സൈഡിലൊരു അറ്റത്ത് നമ്മളൊരു ജസ്റ്റ് ഒന്ന് സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കതൊരു പൈപ്പിംഗ് ബാഗായിട്ട് എടുക്കാം. അങ്ങനെ ഇനി നമുക്ക് വൈറ്റ് സോസാണ്. ഇതിപ്പോൾ വൈറ്റ് സോസ് വേണ്ട, നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസോ ചെഡാർ ചീസോ ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ ഓവനൊന്നും ചെയ്യാത്തതുകൊണ്ട്, അതായത് മൈക്രോവേവ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ നോർമലായിട്ടുള്ള വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ, അതിനകത്ത് 4 ടേബിൾ സ്പൂൺ മൈദ, ഇതിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി നമ്മുടെ ബട്ടറിൻ്റെ നല്ലൊരു സ്മെല്ല് വരുമല്ലോ, അതുവരെ ഒന്ന് സോട്ട് ചെയ്യാം. നമ്മുടെ വൈറ്റ് സോസ് മക്രോണിയൊക്കെ ഉണ്ടാക്കുമല്ലോ, പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രിപ്പറേഷൻ. ഇതിൽ വെളുത്തുള്ളി നമ്മൾ ചേർക്കുന്നില്ല. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ആ ഒരു ബട്ടറൊക്കെ ഒന്ന് റെഡിയായിട്ട് വരുമ്പോഴത്തേനും ഇതിനകത്തോട്ട് 1 കപ്പ് പാല്,
കാച്ചാത്ത പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കട്ടയില്ലാതെ നമ്മുടെ മൈദയൊക്കെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒന്ന് കട്ടയില്ലാതെ വന്നൊന്ന് ചൂടായി വരുമ്പോഴത്തേനും 2 സ്ലൈസ് ചീസ്, നോർമൽ ചീസ് അതിട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്ത് നല്ലപോലെ മെൽറ്റാക്കിയതിന് ശേഷം അതിനകത്ത് നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. കാരണം ഞാൻ ഓൾറെഡി സോൾട്ടഡ് ചീസാണ് ഇട്ട് കൊടുത്തത്. ഉപ്പും കൂടെ ചെക്ക് ചെയ്ത്, സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒറിഗാനോ ഇട്ട് കൊടുത്തു. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, പിള്ളേരൊക്കെ കഴിക്കുന്നതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ അതും കൂടെ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ പ്ലേറ്റിങ്ങിലോട്ട് കടക്കുകയാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ലുലു എന്നൊക്കെ വാങ്ങുന്ന കേക്ക് ടിൻ, നമ്മൾക്ക് കേക്ക് കിട്ടുമല്ലോ, നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഒക്കെ കേക്ക് വാങ്ങുന്ന അതിൻ്റെ ടിന്നാണ് കേട്ടോ. അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ അതിനകത്തോട്ട് ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ്റെ ലെയർ ഇട്ട് കൊടുക്കുക. എങ്ങനെ എത്ര ക്വാണ്ടിറ്റി വേണമെന്നൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിനകത്താക്കി വെച്ചേക്കുന്ന ആ ഒരു സോസില്ലേ, അത് ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ചീസിൻ്റെ സോസ്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ചീസിൻ്റെ സോസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട. നിങ്ങളിൽ ഓൾറെഡി നമ്മുടെ മൊസറല്ല ചീസോ അല്ലെങ്കിൽ ഇത് ഗ്രേറ്റഡ് ആയിട്ടുള്ള ഷ്രെഡഡ് ആയിട്ടുള്ള ചീസൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. അത് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതേ സെയിം ലെയർ റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെ അത് നമ്മൾ മൈക്രോവേവിൽ വയ്ക്കുക. ഈ സോസ് പ്രിപ്പയർ ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ മൈക്രോവേവ് വേണ്ട. അല്ലാതെ നമ്മുടെ ഫ്രീസായിട്ടുള്ള ചീസ്, അതായത് മൊസറല്ല ചീസ്, അതൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ ഒന്ന് ഫ്രീസ് ചെയ്ത് അത് നമ്മുടെ മൈക്രോവേവിൽ വെച്ചിട്ടൊന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ അതേ സെയിം ലെയർ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും പിന്നെ നമ്മുടെ സോസും പിന്നെ വൈറ്റ് സോസും ഒക്കെ ഒഴിച്ച് നമ്മുടെ ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ സെക്കൻഡ് ലെയറും ഇട്ട് കഴിഞ്ഞു. അതിനകത്തോട്ട് സോസൊക്കെ നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ട് സെർവ് ചെയ്യുക.